ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഭാര്യമാരെ പേടിച്ചിട്ടല്ല ഭർത്താക്കന്മാർ നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത്. അവർ വാഴുകയാണ്. ആരെയും ഭയമില്ല, കുഞ്ഞുങ്ങൾക്ക് അനുസരണമില്ല. മാതാപിതാക്കളെ ആകട്ടെ, മതനേതാക്കളെ ആകട്ടെ, ഗുരുഭൂതന്മാരെ ആകട്ടെ, ആർക്കും അനുസരണമില്ല. ഇതെല്ലാം അവരുടെ ഒന്നും കുറ്റമല്ല, ഇതൊക്കെ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയും യേശു വരുമ്പോൾ യേശുവിനോട് കൂടെ ഒരു സ്വർലോകവാസം നമുക്കുണ്ട്. അത് വേണോ വേണ്ടായോ തീരുമാനിക്കുന്ന അവരവരാണ്. ഇതാരും അടിച്ചേൽപ്പിക്കുന്നത്. ഇത് മതം മാറ്റമൊന്നുമില്ല. എവിടെ ഏതാ ഇബിലീസുകൾ പറഞ്ഞത് ഇത് മതം മാറ്റമാണെന്ന്? ഇത് മതം മാറ്റമല്ല, മാനസാന്തരമാണ്. ദുഷ്പ്രവർത്തികളെല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവമക്കളായി തീർന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ അതിൽ കടക്കാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് സുപ്രസാദകാലം, ഇന്ന് രക്ഷാദിവസം. പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ ആ പാപിയെ സ്നേഹിക്കുന്ന, അഭക്തനെ നീതീകരിക്കുന്ന, ശത്രുക്കളായിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ച കർത്താവായ യേശു ക്രിസ്തു നാം മാനസാന്തരപ്പെടുന്നതും കാത്ത് നമ്മളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വലിയ വിടുതലും രക്ഷയും നൽകിയ ദൈവം എന്റെ മാന്യ ശ്രോതാക്കളെയും നിങ്ങളെയും വിടുവിക്കുവാൻ യേശു മതിയായവനാണ്. ഇന്ന് നീ മരിച്ചാൽ എവിടെ പോകുമെന്നുള്ളതായ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഇവിടെ സ്വർഗം നരകമൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതികളല്ല. അത് വിശ്വാസത്താൽ അനുഭവിച്ചറിയണം. അതിനുള്ള നേരം മരിച്ചു കഴിഞ്ഞിട്ട് ആത്മരക്ഷ നേടാൻ ഒരു വഴിയുമില്ല. ഇവിടെ കൂരാശകളും കർമ്മങ്ങളും ബലികളും ഒക്കെ ചെയ്താലും അവനവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തതിനൊത്തവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ചവർക്ക് മാത്രമേ ആ സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റുകയുള്ളൂ. ഒരിക്കൽ മരിക്കലും ഇങ്ങനെ ആയതുകൊണ്ട് ഒരു ധനവാനായ മനുഷ്യനെ യേശു കണ്ടു. യേശു കണ്ടിട്ട് ആ ധനവാനോട് പറഞ്ഞു, മൂഢ, ഇന്ന് രാത്രി ഞാൻ നിന്റെ ജീവനെ ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് ചോദിച്ചു. ധനവാനെ മൂഢനെന്നൊക്കെ ഇന്നത്തെ കാലത്ത് വിളിച്ചാൽ ഈ വാർത്താ മാധ്യമങ്ങളൊന്നും വെറുതെ വിടുകയില്ല. അതുപോലെ തന്നെ ആ ധനവാന്റെ ഭൂമി വളരെ നന്നായിട്ട് വിളഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്റെ ഭൂമി നന്നായിട്ട് വിളഞ്ഞിരിക്കുന്നു, ഞാൻ എന്റെ കളപ്പുരകളെ പൊളിച്ച് വലിയവ പണിയും, എന്നിട്ട് എന്നോട് തന്നെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, എനിക്ക് ഏറിയ നാളുകൾ കഴിയാനുള്ള വസ്തുവകയെല്ലാം സ്വരൂപിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവം അവനോട് വിളിച്ചു, മൂഢ, ഇന്ന് മനോരമയാറിന്റെ കർഷകശ്രീ അവാർഡ്, പ്രശസ്തി പത്രം 1,00,000 രൂപയൊക്കെ അങ്ങ് ഉടനെ കൊടുത്തേനെ. അതുപോലത്തെ ധനവാനായിരുന്നു നമ്മുടെ അംബാനിയും യൂസഫ് അലിയും ഒക്കെ പോലെയുള്ളത്. എന്നാൽ ആ മൂഢൻ അന്ന് രാത്രി മരിച്ചു. അപ്പോൾ നമ്മളിന്ന് വളരെ കഷ്ടപ്പെട്ട് ഈ പണം സമ്പാദിക്കാനായിട്ട് എന്തുമാത്രം നെട്ടോട്ടമാണ് ഓടുന്നത്. ഇതൊന്നും നമ്മുടെ കൂടെ വരത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്തെല്ലാം അവിഹിതമായ രീതിയിലാണ് പണം സമ്പാദിക്കുന്നത്. അതുകൊണ്ട് പണം സമ്പാദിക്കുന്നതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മളുടെ അകത്തുള്ള വിശേഷപ്പെട്ട വിലയേറിയ ഒരു സത്തയുണ്ട്. ആ തമിഴര് പറയും സത്ത് പോയി എന്ന് പറയും. എന്താ പോയത്? സത്ത്, നമ്മുടെ ആത്മാവ്. അത് ദൈവത്തിന്റെ അംശമാണ്. അതൊരിക്കലും നശിക്കുന്നില്ല. അത് ദൈവത്തെ യേശുവിൽ വിശ്വസിച്ച് ജീവിച്ചവർ സ്വർഗരാജ്യം യേശുവിനോട് ബന്ധുവിലേക്കും യുഗായുഗങ്ങൾ വാങ്ങി. മന്നവനാട്ടെ യാചകനാട്ടെ വന്നിരുമോടു ആത്മവിദ്യാലയമേ. അതുകൊണ്ട് ഒരിക്കൽ മരണമുണ്ട് പ്രിയരെ. എപ്പോഴാണ് അവസാനമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ദൈവം ഒരിക്കൽ സൗജന്യമായി രക്ഷ. ദൈവത്തിന് നമ്മുടെ കൈകൊണ്ടുള്ള ശുശ്രൂഷകളൊന്നും വേണ്ട. കാരണം ദൈവം ജീവനും ശ്വാസവും സകലവും നമുക്ക് നൽകിയ ആളാണ്. നമ്മുടെ കൈകൊണ്ടൊന്നും ദൈവത്തിന് വേണ്ട. നമ്മുടെ ഹൃദയം ദൈവത്തിന് വസിക്കുവാൻ നാം വിട്ടുകൊടുക്കണം. നാം ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ശരീരം ദൈവം വിലയ്ക്ക് വാങ്ങിയതാ. തന്റെ സ്വന്തം പ്രാണരക്തം, ജീവരക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാ. ഇനി നമ്മൾ താന്താങ്ങൾക്കുള്ളവരില്ല. അത് മദ്യപിച്ചും മയക്കുമരുന്ന് കഴിച്ചും വെറ്റില മുറുക്കിയും ആഭിചാരം, ക്ഷുദ്രപ്രയോഗങ്ങളൊക്കെ ചെയ്ത് നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ശരീരം. ആ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ്. അതുകൊണ്ട് മദ്യവും മയക്കുമരുന്നും കഞ്ചാവും കള്ളുമൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷനാണ്. അതെല്ലാം നിങ്ങൾ അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് മാനസാന്തരപ്പെട്ട് സമൂഹത്തിലും കുടുംബങ്ങളിലുമൊക്കെ നല്ലവരായി മറ്റുള്ളവർക്ക് ആശ്വാസമായി അനുഗ്രഹമായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുകയാണ്. എല്ലാവരും ഇവിടെ എന്നെ കേട്ട എല്ലാവരും നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ന്യായവിധി ഉണ്ടാകും. മരിച്ചവരാവാലവൃത്തം ദൈവത്തിന് മുൻപാകെ സകല നല്ലവരും ദുഷ്ടന്മാരുമായ മനുഷ്യൻ മരണശേഷം ഉയർത്തെഴുന്നേൽക്കും. നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ നിത്യശിക്ഷാവിധിയിലേക്കും പോകും. ഒന്നോർക്കണം, 1-2 കൊല്ലത്തെ ജീവിതമല്ല, യുഗായുഗങ്ങൾ. അവിടെ വർഷം എണ്ണത്തില്ല, എണ്ണിയാൽ തീരുകയില്ല.
നരകത്തിലാണെങ്കിൽ അവിടെ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. നരകത്തിൽ പോകുന്നവരുടെ കരച്ചിലും പല്ലുകടി അവിടെയാണ്. എന്തിനാ കരയുന്നറിയാമോ? ഞങ്ങളെ പോലെയുള്ളവരിങ്ങനെ സുവിശേഷം നിങ്ങളോട് വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കടലും കരയും ഒന്നും കടന്നു പോകേണ്ടി വന്നില്ല. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് കൊണ്ടുവന്ന് ഇത് കേൾപ്പിച്ചല്ലോ. അപ്പോൾ ഇത് സ്വീകരിക്കുവാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് കരയും. തന്നെയല്ല, ഞങ്ങളെയൊക്കെ കാണുമ്പോൾ പുച്ഛമുണ്ടാവില്ല. ഞങ്ങള് ദൈവരാജ്യത്തിൽ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അത് കണ്ടിട്ടുള്ള കരച്ചില്. പാപ ഇനി ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവർക്കറിയും. തന്നെയല്ല, അവിടെ ഗന്ധകം കത്തുന്ന പൊയ്കയാണ്. ചീമട്ടയുടെ നാറ്റം എത്ര നേരം നമുക്ക് സഹിക്കാൻ പറ്റും? അവിടെ തീയിൽ ജീവിക്കുന്ന പുഴുക്കളുണ്ട്. അവിടെ കൂരിരുട്ടാണ്. അവിടെ വലിയ ദാഹമുള്ള സ്ഥലമാണ്. ഒരിക്കലും അവിടെ വെള്ളം കിട്ടത്തില്ല. ധനവാനും ലാസറും മരിച്ചടക്കപ്പെട്ടു. ധനവാനായ മനുഷ്യൻ വളരെ സുഖിച്ചു വസ്ത്രമൊക്കെ ധരിച്ച് പറ്റും വളരെ ആഡംബരത്തോടെ ജീവിച്ചു. താൻ മരിച്ചു. തന്റെ വാക്കിൽ ഞാൻ പറയുകയാണ്, ഞാൻ ഈ യാതനാ സ്ഥലത്ത് കിടന്ന് വേദന അനുഭവിക്കുന്നു. ലാസറും മരിച്ചു. ലാസറിനെ ശുശ്രൂഷിക്കാൻ ആരുമില്ല. വ്രണം നിറഞ്ഞ് ഈ ധനവാന്റെ പടിപ്പുരയ്ക്കൽ നായ്ക്കൾ അവന്റെ വ്രണം നക്കി. ധനവാന്റെ മേശയുടെ കീഴിൽ കിടക്കുന്ന അപ്പം നുറുക്കുകൾ തിന്ന് ജീവിക്കാൻ ആഗ്രഹിച്ചു. അത് കൊടുക്കാൻ എന്താണെന്ന് അറിയത്തില്ല. വേണമെങ്കിൽ ധനവാൻ ഈ മനുഷ്യനെ ആരെങ്കിലും നിർത്തി ശുശ്രൂഷിച്ചിട്ട് അവനെ നന്നായിട്ട് ഒരു സ്ഥാനത്താക്കാമായിരുന്നു. എന്നാൽ ലാസർ മരിച്ചു. അടയ്ക്കതായിട്ട് ഞാൻ കാണുന്നില്ല. എന്നാൽ ദൂതന്മാർ അവനെ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്ന് വായിക്കാണ്. അവിടെ ചെന്നപ്പോൾ ഈ ധനവാൻ മുകളിലോട്ട് നോക്കി. അബ്രഹാം പിതാവിന്റെ ലാസറും അവിടെ ഉയരത്തിലിരിക്കുകയാണ്. അപ്പോൾ ധനവാൻ നോക്കിയപ്പോൾ അബ്രഹാം പിതാവിനോട് പറയുക, ഈ ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണം. എന്റെ പ്രിയരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നല്ല ദാഹമുള്ളപ്പോൾ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി തന്ന ദാഹം തീരുവോ? ഒരിക്കലും ഇല്ല, അല്ലേ? ദാഹം തീരത്തില്ല. അപ്പോ അവിടെ ചെന്ന് അപ്പൊ എല്ലാവരും പറയും, ചത്ത് കഴിഞ്ഞാൽ പിന്നെ തല തെക്കോട്ടാണോ വടക്കോട്ടാണോ? തല തെക്കോട്ടാണോ വടക്കോട്ടാണോ എന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ അറിയും. ഇത് കേട്ടോ നമുക്ക് കേട്ടോ. അവിടെ ചെന്നിട്ട് അപ്പൊ ആ വെള്ളം കിട്ടിയില്ല. അപ്പം അബ്രഹാം പിതാവ് പറഞ്ഞു, അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീ ഭൂമിയിൽ നന്മ അനുഭവിച്ചു. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു, അത് നടക്കുന്നില്ലെന്നാണ് പറഞ്ഞു. എന്നാൽ അബ്രഹാം പിതാവേ, എനിക്ക് 5 സഹോദരന്മാർ ഭൂമിയിലുണ്ട്. അവർ യാതനാ സ്ഥലത്ത് വരാതെ ഇരിക്കുവാൻ ലാസറിനെ അങ്ങോട്ട് അയച്ച് സുവിശേഷം പറയണമെന്ന്. അപ്പൊ അബ്രഹാം പിതാവ് പറഞ്ഞു, അവിടെ മോശയും പ്രവാചകന്മാർ ഇന്ന് ഞങ്ങളെ പോലുള്ളവരൊക്കെ ഉണ്ട്. ജീവിച്ചിരിക്കുന്നവരാ സുവിശേഷം പറയേണ്ടത്. അവിടുത്തെ വ്യവസ്ഥിതി അവിടെ അത് അനുഭവിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ആ പ്രാർത്ഥനയും കേട്ടില്ല. ഉടനെ അപ്പൊ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്നാന്നറിയാം, നല്ല കാഴ്ചശക്തിയുണ്ട്. ദൂരെ പൊക്കത്തിലിരിക്കുന്ന അബ്രഹാം പിതാവിനെ ലാസറിനെയും കണ്ടുടനെ ധനവാന് മനസ്സിലായി ദാഹം അനുഭവിക്കാൻ പറ്റി. ഭയങ്കര ദാഹം. അതുപോലെ അവന് 5 സഹോദരന്മാരുണ്ടെന്ന് ഓർമ്മ വന്നപ്പം നരകത്തിൽ ഓർമ്മയുണ്ടോ? നരകത്തിൽ വേദനയുണ്ടോ? നരകത്തിൽ ദാഹമുണ്ടോ? എല്ലാ സുബോധമുണ്ട് കേട്ടോ. അവിടെ ഇച്ചിരി കൂടുതലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടുത്തെ കാട്ടില്. എന്നിട്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടില്ല. എന്തുകൊണ്ടാണ് ധനവാന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാഞ്ഞത്? അവൻ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാഞ്ഞത്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് നാം ചെയ്യുന്ന കൂടാശകളൊന്നും ഉണ്ടല്ലോ സ്വർഗത്തിലോട്ട് കയറ്റിവിടാമെന്ന് വിചാരിക്കല്ലേ. ഞാൻ പറയട്ടെ, ഒരു ഭൂകമ്പം ഉണ്ടായി, എല്ലാം കൂടെ അങ്ങ് തീർന്നു. പിന്നെ ആരാ ഈ കൂടാശയൊക്കെ ചെയ്യുന്നത്? അപ്പൊ പിന്നെ എങ്ങനെയാണ് മോക്ഷത്തിലോട്ട് പോകും? അതുകൊണ്ട് എന്റെ പ്രിയരെ, നിങ്ങൾ വഞ്ചിതരാകരുത്. സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്ക് ഒരു സ്ഥലമില്ല കേട്ടോ. ഇവിടെ 10, 90, 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ട് ശുദ്ധീകരണം പ്രാപിച്ചില്ലേ പിന്നെ അവിടെ ചെന്നിട്ട് എന്തൊരു പാടാൻ നോക്കണം. എന്നാ പറയാൻ, ഇത്രയും നല്ല രീതിയിൽ സത്യം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട്, സത്യവചനം നമുക്ക് തന്നിട്ട്, ഈ വചനം എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതാണ്. ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ബൈബിൾ.